നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വിഷ്ണുവിന്റെ പെണ്ണ് നീയല്ലേ? അപ്പൊ മോൾക്ക് അവകാശപ്പെട്ടതാ ഇത്. നോക്ക്, എത്ര നല്ല ഡിസൈൻ ആണെന്ന്. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഇടിവെട്ടിനും പേമാരിക്കും ഒക്കെ സമയമായി. അയ്യോ, വേണ്ട സത്യമേ, ഞാനിത് അണിയുന്നില്ല. അണിയുന്നില്ലേ? അതെന്തു പറ്റി? അല്ല, അത് പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതല്ലേ, പിന്നെന്താ? അല്ല, അതല്ല സത്യമേ, ഇവിടെ വെച്ച് സത്യമ്മ പറഞ്ഞ കല്യാണം. ഓ, അത് കഴിഞ്ഞു മതിയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നിനക്കുള്ളതാ. ഇപ്പൊ നീ ഇതൊന്നണിയ, ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അയ്യോ സത്യമേ, ഞാനും കുന്തോന്നുമില്ല. ഇതങ്ങോട്ട് അണിയ പെണ്ണെ. ഞാനൊന്ന് കാണട്ടെ എന്റെ മരുമോളുടെ ചന്തം കൂടുന്നുണ്ടോന്ന്. ഇപ്പഴാ ശരിക്കും നീ എന്റെ മരുമകളായത്. നീ പേടിക്കണ്ട. നിനക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കോ ഒരു അപകടം ഉണ്ടാവില്ല. ആരുടെയും കുടുംബം തകരില്ല. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്. അമ്മേ, അമ്മേ, സത്യന് എപ്പോഴാ വരിക? പറയമ്മേ, സത്യന് എപ്പോഴാ വരുന്നതെന്ന്. അമ്മയോടാ ചോദിച്ചത്, സത്യന് എപ്പോഴാ വരുന്നതെന്ന്. ഒന്ന് പോകുന്നുണ്ടോ നീ? സത്യം വരില്ല, സത്യയുടെ അമ്മയും വരില്ല. ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കാനും പോകുന്നില്ല. നാശത്തിലേക്കാ എല്ലാവരുടെയും പോക്ക്. അമ്മേ, ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഒരല്പനേരം സ്വൈര്യം തരൂ നീ. മോളിങ് വന്നേ. അങ്കിള്, മോള് വാ. മോളെ അങ്കിള് ട്യൂഷൻ ഉണ്ട് വിടാം. മോള് പോയി ബാഗ് എടുത്തോണ്ട് വാ. ചെല്ല്. ഇല്ല ചേട്ടാ, ഞാൻ മനസ്സിലായി കുഞ്ഞെ, ഒന്നും പറയണ്ട. ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരോ തീക്കടലാ ഇവിടെ. കുഞ്ഞുങ്ങൾക്കത് അറിയില്ലല്ലോ. പപ്പി മോളെ ഞാൻ ട്യൂഷന് കൊണ്ടുപോയി ഇരുത്താം. സമപ്രായക്കാരുടെ കൂടെ കുറച്ചു നേരം കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോ അവൾ സത്യം പോയി സങ്കടം അങ്ങ് മറന്നോളും. അപ്പൊ നമുക്ക് പോവാ. നോക്കിക്കോ, അമ്മയോട് ഞാൻ ഇനി മിണ്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.